നമസ്കാരം. പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. എം വിൻസെന്റ് എംഎൽഎയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിൻസെന്റിന്റെ ജാമ്യാപേക്ഷയിൽ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. തെളിവെടുപ്പിന് ശേഷമാകും എംഎൽഎയെ കോടതിയിൽ ഹാജരാക്കുക. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. സുനിയെ ഇന്ന് രാവിലെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. സ്വകാര്യത മൌലികാവകാശമാണോ എന്നതിൽ സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ചിന് മുൻപാകെ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം നടക്കും. സ്വകാര്യത മൌലികാവകാശമല്ലെന്ന 1954-ലെയും 62-ലെയും സുപ്രീംകോടതിയുടെ വിധികൾക്ക് ഊന്നൽ നൽകിയാകും കേന്ദ്രത്തിന്റെ വാദം. കോൺഗ്രസ് പിന്തുണയോടെ സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന ആവശ്യം സിപിഎം കേന്ദ്ര കമ്മിറ്റി തള്ളി. ബംഗാൾ ഘടകത്തിന്റെ ആവശ്യം വോട്ടിനിട്ടാണ് സിസി തള്ളിയത്. 30 പേർ അനുകൂലിച്ചപ്പോൾ 50 പേർ യെച്ചൂരി മത്സരിക്കുന്നതിനെ എതിർത്തു. ഗോസംരക്ഷണത്തിന്റെ പേരിൽ ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. വിഷയത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായേക്കും. എംപിമാരുടെ സസ്പെൻഷനെതിരെ സഭയിലും പുറത്തും പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ലോക ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിൽ നിന്ന് PU ചിത്രയടക്കമുള്ള താരങ്ങളെ ഒഴിവാക്കിയതിൽ അത്ലറ്റിക് ഫെഡറേഷൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് മറുപടി നൽകിയേക്കും. താരങ്ങളെ ഒഴിവാക്കിയതിൽ കായിക മന്ത്രാലയം സായിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. നെടുമ്പാശ്ശേരിയിൽ വൻ സ്വർണ്ണവേട്ട. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 20 സ്വർണ്ണക്കട്ടികളാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. പാലക്കാട് പാലക്കയം സ്വദേശി ജിജോയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. കാർഗിലിലെ ഇന്ത്യൻ വിജയഗാഥയ്ക്ക് ഇന്ന് 18 വയസ്സ്. കശ്മീരിലെ കാർഗിലിലെ നുഴഞ്ഞുകയറ്റക്കാരെ 60 ദിവസം നീണ്ട പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യൻ സൈന്യം തുരത്തിയത്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ ബലി നൽകിയത് 527 ജവാന്മാരെയാണ്. മുംബൈയിൽ 4 നില കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 12ആയി. മുംബൈയിലെ ഘാട്കോപ്പർ മേഖലയിലാണ് ദുരന്തം. 40 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമാണ് അപകടത്തിൽപ്പെട്ടത്. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് പൂർണ്ണ പിന്തുണയെന്ന് മകൾ സൗന്ദര്യ. എന്നാൽ രജനീകാന്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് വെളിപ്പെടുത്താൻ സൗന്ദര്യ തയ്യാറായില്ല. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഖത്തറുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് ഈജിപ്ത്. പ്രശ്നപരിഹാരത്തിന് മുന്നോട്ട് വെച്ച മുഴുവൻ ഉപാധികളും അംഗീകരിക്കാൻ ഖത്തർ തയ്യാറാകണമെന്നും ഈജിപ്ത്. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്ന ബില്ലിന് US പ്രതിനിധി സഭയുടെ അംഗീകാരം. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഒബാമ സർക്കാർ ഏർപ്പെടുത്തിയ ഉപരോധം നിലനിൽക്കെയാണ് പുതിയ ഉപരോധം ഏർപ്പെടുത്താനുള്ള റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളുടെ നീക്കം. ഒബാമ കെയർ പദ്ധതി റദ്ദാക്കിയ നടപടി US സെനറ്റിൽ ചർച്ചയാകും. ഒബാമ കെയർ പദ്ധതിക്ക് പകരം പുതിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കൊണ്ടുവരുന്ന കാര്യവും സെനറ്റ് ചർച്ച ചെയ്യും. ഇത് സംബന്ധിച്ച ബിൽ സെനറ്റ് അംഗീകരിച്ചു. ജെറുസലേമിലെ പള്ളിയുടെ പേരിലുള്ള തർക്കത്തിൽ ഇസ്രയേലിന് പലസ്തീന്റെ രൂക്ഷ വിമർശനം. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്രയേലിന്റെ നടപടിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ. കേരള തമിഴ്നാട് അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കാൻ വീണ്ടും തമിഴ്നാടിന്റെ നീക്കം. ഇടുക്കി ചക്കുപള്ളം അരുവിക്കുഴി ടൂറിസം സർക്യൂട്ടിനായി അളന്നു തിരിച്ച സ്ഥലത്തെ അതിർത്തി കല്ലുകൾ തമിഴ്നാട് വനം വകുപ്പ് നശിപ്പിച്ചു. വിഷയത്തിൽ പരാതി നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകനെതിരെ വിദ്യാർത്ഥിനികൾ രംഗത്ത്. അധ്യാപകൻ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നുവെന്ന് കാണിച്ച് 15 വിദ്യാർത്ഥിനികളാണ് വൈസ് ചാൻസലർക്ക് പരാതി നൽകിയത്. കൊല്ലത്ത് മദ്യലഹരിയിൽ വാഹനമോടിച്ച് വനിതാ ഡോക്ടറുടെ പരാക്രമം. ദേശീയപാതയിൽ 2 കാറുകൾ ഇടിച്ചു തകർത്തു. 3 പേർക്ക് പരിക്കേറ്റു. വൈദ്യപരിശോധനയ്ക്കിടെ പോലീസിനെയും മാധ്യമപ്രവർത്തകരെയും ഇവർ മർദ്ദിച്ചു. ഹോർട്ടികോർപ്പ് വഴി സംഭരിച്ച ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ലെന്ന് കോഴിക്കോട് വേങ്ങരയിലെ കർഷകരുടെ പരാതി. ബാങ്ക് അക്കൗണ്ട് വഴി പണമെത്തിക്കാമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും പലരുടെയും അക്കൗണ്ടിൽ പണമെത്തിയില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പര്യടനത്തിന് ഇന്ന് തുടക്കം. ആദ്യ ടെസ്റ്റ് ഇന്ന് ഗാലയിൽ. 3 ടെസ്റ്റും 5 ഏകദിനങ്ങളും 1 T20യും ആകും ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുക. BCCIയുടെ പ്രത്യേക ജനറൽ ബോഡി യോഗം ഇന്ന് മുംബൈയിൽ. യോഗത്തിൽ ഭൂരിപക്ഷം സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളും
ഭാഗികമായി ലോധ കമ്മിറ്റി ശുപാർശ നടപ്പാക്കുന്നതിനോട് അനുകൂല നിലപാട് അറിയിക്കും. ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പിൽ ചെൽസിക്കെതിരെ ബയൺ മ്യൂണിക്കിന് ജയം. 2-3 ഗോളിനാണ് ബയണിന്റെ ജയം. ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പിൽ ടോട്ടനത്തിനെതിരെ AC റോമയ്ക്ക് തകർപ്പൻ ജയം. 2-3 ഗോളുകൾക്കാണ് റോമ ജയിച്ചത്. ഇനി പ്രധാന വാർത്തകൾ വിശദമായി തന്നെ കാണാം. കാർഗിലിലെ ഇന്ത്യൻ വിജയഗാഥയ്ക്ക് ഇന്ന് 18 വയസ്സ്. കശ്മീരിലെ കാർഗിലിലെ നുഴഞ്ഞുകയറ്റക്കാരെ 60 ദിവസം നീണ്ട പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യൻ സൈന്യം തുരത്തിയത്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ ബലി നൽകിയത് 527 ജവാന്മാരെയാണ്. കാർഗിൽ വിജയ് ദിവസിൽ ഈ ധീര ജവാന്മാരെ രാജ്യം സ്മരിക്കുന്നു. ആയിരത്തി 1998 മഞ്ഞുകാലത്താണ് നുഴഞ്ഞുകയറ്റക്കാരുടെ വേഷത്തിൽ പാക് സൈന്യം നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയത്. ഓപ്പറേഷൻ ബദർ എന്നാണ് പാകിസ്ഥാൻ ഈ നീക്കത്തിന് പേരിട്ടത്. കശ്മീർ താഴ്വരയും ലഡാക്കും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. ഇതിലൂടെ ഇന്ത്യ സിയാച്ചിൻ ഹിമനിരകളിൽ നിന്ന് പിന്മാറുമെന്നും പാകിസ്ഥാൻ കണക്കുകൂട്ടി. 1999 ഇന്ത്യ ഇക്കാര്യം അറിയുന്നത്. ആട്ടിടയന്മാരായിരുന്നു നുഴഞ്ഞുകയറ്റ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയത്. നുഴഞ്ഞുകയറ്റത്തിൽ പങ്കില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. എന്നാൽ ഇതിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ പങ്ക് വ്യക്തമാക്കുന്ന ശബ്ദലേഖനം ഇന്ത്യ പുറത്തുവിട്ടു. ജൂൺ മാസത്തോടെ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകാൻ തുടങ്ങി. ടൈഗർ ഹിൽസും ജുബാർ മേഖലയും ഇന്ത്യ തിരിച്ചുപിടിച്ചു. ഇതോടെ പാകിസ്ഥാൻ പിന്മാറാൻ ആരംഭിച്ചു. 2 ലക്ഷത്തോളം ഭടന്മാരെ വിന്യസിച്ച് വ്യോമസേനയോടൊപ്പം സംയുക്ത ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. 2 മാസം നീണ്ട നീക്കത്തിനൊടുവിൽ ജൂലൈ 26 ഇന്ത്യ ദ്രാസ് മേഖല പൂർണ്ണമായും പിടിച്ചെടുത്തു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഈ ദിവസത്തെ കാർഗിൽ വിജയ് ദിവസമായി പ്രഖ്യാപിച്ചത്. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനായി 527 സൈനികരാണ് ജീവൻ ബലി നൽകിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോൺഗ്രസ് പിന്തുണയോടെ സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന ആവശ്യം CPM കേന്ദ്ര കമ്മിറ്റി തള്ളി. ബംഗാൾ ഘടകത്തിന്റെ ആവശ്യം വോട്ടിനിട്ടാണ് CC തള്ളിയത്. 30 പേർ അനുകൂലിച്ചപ്പോൾ 50 പേർ യെച്ചൂരി മത്സരിക്കുന്നതിനെ എതിർത്തു. CPMൽ ഏറെ നാളായി നിലനിന്ന അഭിപ്രായ ഭിന്നതയ്ക്കാണ് കേന്ദ്ര കമ്മിറ്റി വിരാമമിട്ടത്. സീതാറാം യെച്ചൂരി 3ാം തവണ രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. നേരത്തെ പൊളിറ്റ് ബ്യൂറോയും ഇതേ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായ ചർച്ച വേണമെന്ന് ബംഗാൾ ഘടകം ആവശ്യപ്പെടുകയായിരുന്നു. കോൺഗ്രസിന്റെ പിന്തുണയോടെ പാർട്ടി ജനറൽ സെക്രട്ടറി മത്സരിക്കേണ്ടെന്നാണ് ചർച്ചയിൽ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. മത്സരിച്ചാൽ അത് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയത്തിൽ നിന്നുള്ള വ്യതിചലനമാകുമെന്നും എതിർത്തവർ ചൂണ്ടിക്കാട്ടി. ചർച്ചയ്ക്ക് ശേഷം ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വോട്ടെടുപ്പ് നടന്നത്. കോൺഗ്രസിന്റെ പിന്തുണയോടെ യെച്ചൂരി മത്സരിക്കുന്നതിനെ 50 പേർ എതിർത്തപ്പോൾ 30 പേരാണ് അനുകൂലിച്ചത്. ബംഗാളിലെ 17 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം ഡൽഹി അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലെ ചില അംഗങ്ങളും യെച്ചൂരി മത്സരിക്കുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്തു. ബംഗാൾ ഘടകത്തിന് അനുകൂലമായ നിലപാട് എഴുതി നൽകിയ VS അച്യുതാനന്ദൻ പ്രത്യേക ക്ഷണിതാവായതിനാൽ വോട്ടവകാശമില്ലായിരുന്നു. ഇല്ല, ഞാൻ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തു. കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമോ എന്ന കാര്യം ബംഗാളിൽ ചർച്ച ചെയ്യും. പാർട്ടി അന്തിമ തീരുമാനമെടുക്കും മുൻപ് യെച്ചൂരി മത്സരിക്കുന്നതിനെ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് അഭിമുഖം നൽകിയത് ശരിയായില്ലെന്ന വിമർശനം കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു. മനഃപൂർവ്വമല്ല അഭിമുഖമെന്നും ചില കാര്യങ്ങൾ മാത്രം പത്രം എടുത്തു പറയുകയായിരുന്നുവെന്നും പിണറായി വിജയൻ വിശദീകരിച്ചു. കേവലം ഒരു രാജ്യസഭാ സീറ്റിനേക്കാൾ ഉപരിയായി കോൺഗ്രസിനോടുള്ള സമീപനം എന്തായിരിക്കണമെന്ന പാർട്ടി നയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് CPMൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അടവ് നയത്തിന്റെ പേരിൽ യെച്ചൂരി പക്ഷത്തിനും കാരാട്ട് പക്ഷത്തിനും ഇടയിൽ നിലനിൽക്കുന്ന തർക്കം അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ തുടരും. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ജെ സതീഷ് കുമാർ, ന്യൂസ് 18, ഡൽഹി. ഒബാമ കെയർ പദ്ധതി റദ്ദാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി US സെനറ്റിൽ ചർച്ചയാകും. ഒബാമ കെയർ പദ്ധതിക്ക് പകരം പുതിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കൊണ്ടുവരുന്ന കാര്യവും സെനറ്റ് ചർച്ച ചെയ്യും. ഇത് സംബന്ധിച്ച ബിൽ സെനറ്റ് അംഗീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഒബാമ സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ഒബാമ കെയർ റദ്ദാക്കിയിരുന്നു. 22 മില്യണിലേറെ അമേരിക്കക്കാർക്ക് ആനുകൂല്യം ലഭിച്ചിരുന്ന പദ്ധതി റദ്ദാക്കിയത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. ഈ പശ്ചാത്തലത്തിൽ ഒബാമ കെയറിന് പകരം പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് ചർച്ച വേണമെന്ന ബില്ലാണ് US സെനറ്റ് അംഗീകരിച്ചത്. നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു ബില്ല് പാസാക്കിയത്. ഒബാമ കെയർ പൂർണ്ണമായും റദ്ദാക്കി പുതിയ പദ്ധതി ഉടനെ ആവിഷ്കരിക്കുകയാണോ വേണ്ടത്, അതോ പുതിയ പദ്ധതി ആവിഷ്കരിക്കും വരെ 2 വർഷത്തേക്ക് ഒബാമ കെയർ തുടരാൻ അനുവദിക്കണമെന്ന കാര്യത്തിലാണ് സെനറ്റ് പ്രധാനമായും ചർച്ചകൾ നടത്തുക.
നേരത്തെ ഒബാമ കെയർ റദ്ദാക്കിയ നടപടിയെ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ വിഷയത്തിൽ ചർച്ച വേണമെന്ന ആവശ്യമുന്നയിക്കുന്ന ബില്ലിന് അനുകൂലമായാണ് റിപ്പബ്ലിക്കൻ സെനറ്റർമാർ വോട്ട് ചെയ്തത്. ഡെമോക്രാറ്റുകളുടെ കനത്ത പ്രതിഷേധത്തിനിടെയാണ് ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നടന്നത്. ഒബാമ കെയറിന് പകരം പുതിയ ഇൻഷുറൻസ് പദ്ധതി വേണമെന്ന ആവശ്യം ചർച്ച ചെയ്യാനുള്ള സെനറ്റിന്റെ തീരുമാനത്തെ ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. And now we move forward towards truly great health care for the American people. We look forward to that. This was a big step. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഖത്തറുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് ഈജിപ്ത്. പ്രശ്നപരിഹാരത്തിന് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ടുവെച്ച മുഴുവൻ ഉപാധികളും അംഗീകരിക്കാൻ ഖത്തർ തയ്യാറാകണമെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സൗദി അടക്കമുള്ള GCC രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന് ഖത്തർ അമീർ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് ഈജിപ്തിന്റെ പ്രതികരണം. ഖത്തർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും അതിനാൽ വിഷയത്തിൽ ഖത്തറുമായി ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്താനാകില്ലെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി സമേ ഷൗക്കറി വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ നയതന്ത്ര പ്രതിനിധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രശ്നപരിഹാരത്തിനായി ഈജിപ്ത്, UAE, സൗദി, ബഹ്റിൻ എന്നീ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച മുഴുവൻ ഉപാധികളും അംഗീകരിക്കാൻ ഖത്തർ തയ്യാറാകണം. തീവ്രവാദത്തിനെതിരെ ഒരിക്കലെങ്കിലും ശക്തമായ നടപടി സ്വീകരിച്ചാൽ ഖത്തറിനെ അംഗീകരിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും തയ്യാറാകുമെന്നും ഷൗക്കറി കൂട്ടിച്ചേർത്തു. രാജ്യത്തെ മാധ്യമങ്ങളെ ഉപയോഗിച്ചാണ് ഖത്തർ തീവ്രവാദ അജണ്ടകൾ പ്രചരിപ്പിക്കുന്നതെന്നും ഷൗക്കറി ആരോപിച്ചു. അതിനിടെ ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു. പ്രതിസന്ധി പരിഹരിച്ചാൽ മാത്രമേ തീവ്രവാദത്തിനെതിരായ യഥാർത്ഥ പോരാട്ടം സാധ്യമാകുകയെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. കഴിഞ്ഞ മാസമാണ് തീവ്രവാദ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന് ആരോപിച്ച് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ജെറുസലേമിലെ പള്ളിയുടെ പേരിലുള്ള തർക്കത്തിൽ ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനവുമായി പലസ്തീൻ. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്രയേലിന്റെ നടപടിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി. ജെറുസലേമിലെ അലക്സ പള്ളിയിൽ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ച ഇസ്രയേൽ സേനയുടെ നടപടിയാണ് ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിലേക്ക് നയിച്ചത്. ഐക്യരാഷ്ട്രസഭ നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ നിന്നും മെറ്റൽ ഡിറ്റക്ടറുകൾ ഇസ്രയേൽ നീക്കം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനവുമായി പലസ്തീൻ രംഗത്തെത്തിയത്. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്രയേലിന്റെ നടപടിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അലക്സ പള്ളിയുടെ പേരിലുള്ള തർക്കം ഗുരുതരമായ സാഹചര്യത്തിലാണെന്നും പലസ്തീൻ പ്രതിനിധി റിയാദ് മൻസൂർ ഐക്യരാഷ്ട്രസഭയിൽ അറിയിച്ചു. അധിനിവേശ പ്രദേശത്തുള്ള പള്ളിയെ തകർക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമത്തെ UN തടയണമെന്നും റിയാദ് ആവശ്യപ്പെട്ടു. അനാവശ്യമായി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇസ്രയേൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതിനിടെ പള്ളിയിൽ സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ ക്യാമറകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൽ പലസ്തീനികളുടെ പ്രതിഷേധം തുടരുകയാണ്. എന്നാൽ പുതിയ സുരക്ഷാ സംവിധാനം പള്ളിയിൽ ഏർപ്പെടുത്തുമെന്നും ഇതിന് 6 മാസം സമയമെടുക്കുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. കുടുംബമുണ്ട്, കൂട്ടില്ല. ന്യൂസ് 18 അന്വേഷണ പരമ്പര മക്കളറിയാൻ. ബന്ധുക്കൾ കൈയൊഴിഞ്ഞ വൃദ്ധന് ആശ്രയവുമായി കോഴിക്കോട് സാന്ത്വനം പ്രവർത്തകർ. ഏറെ അവശനായ 75-കാരൻ ബസ് സ്റ്റോപ്പിലായിരുന്നു അന്തിയുറങ്ങിയിരുന്നത്. ഉറ്റവരും ഉടയവരുമുണ്ടെങ്കിലും കയ്യിൽ പണമോ പേരിൽ ഭൂമിയോ ഇല്ലാതായതോടെയാണ് ഈ 75-കാരൻ ഒറ്റയ്ക്കായത്. കഴിഞ്ഞ 4 ദിവസമായി കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്ത് മഴയും വെയിലുമേറ്റ് കഴിഞ്ഞുകൂടുകയായിരുന്നു മോയിൻകുട്ടി. സ്വന്തമായി ഉണ്ടായിരുന്ന 15 സെന്റ് സ്ഥലം കുറഞ്ഞ വില നൽകി പലരും കൈക്കലാക്കിയതോടെ മോയിൻകുട്ടിക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു. അയൽ വീടുകളിലും കടത്തിണ്ണയിലും ഒക്കെയായി അന്തിയുറങ്ങിയിരുന്ന മോയിൻകുട്ടിയെ കടുത്ത പനി ബാധിച്ചാണ് എരഞ്ഞിമാവിലെ ബസ് സ്റ്റോപ്പിൽ കണ്ടെത്തിയത്. ആളുകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സാന്ത്വനം പ്രവർത്തകരെത്തി മോയിൻകുട്ടിയെ ഏറ്റെടുത്തു.
അവൾക്കിപ്പോൾ സുഖമില്ല എന്ന് പറഞ്ഞാൽ പറ്റാൻ എണീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ ബന്ധക്കാർ കുറച്ച് ചെറിയ കുടുംബക്കാരൊക്കെ ഉണ്ട്. അവരാരും ഇതിലേക്കൊരു വേണ്ട രീതിയിലുള്ള ഒരു സംവിധാനമൊന്നും ചെയ്തിട്ടില്ല. അനാഥനായിട്ട് ആരും ഭക്ഷണമൊന്നും കൊടുക്കാത്ത അവസ്ഥ കിടക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. കണ്ടപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞങ്ങൾ സാന്ത്വനത്തിലേക്ക് കൊണ്ടുപോവാണ്. മോയിൻകുട്ടിക്ക് ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകളും നൽകി. സാന്ത്വനത്തിലെ 50ാമത്തെ അതിഥിയായാണ് മോയിൻകുട്ടി എത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ കാവ്യ മാധവൻ. പൾസർ സുനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് കാവ്യ ഒഴിഞ്ഞുമാറുന്നതായി പോലീസ് പറയുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് ഇന്നലെ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ ചോദ്യങ്ങളിൽ നിന്നാണ് കാവ്യ ഒഴിഞ്ഞുമാറിയത്? രേണുക, ഇന്നലെ വൈകിട്ട് 6 മണിക്കൂറോളമാണ്, അതായത് ഇന്നലെ രാവിലെ 11 മണിയോട് തുടങ്ങിയ ചോദ്യം ചെയ്യൽ 6 മണിക്കൂറോളം നീണ്ടുനിന്നു. വൈകിട്ട് ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം മടങ്ങിയത്. പക്ഷേ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കുമ്പോൾ വളരെ വലിയ നിർണായകമായ വിവരങ്ങളൊന്നും കാവ്യയിൽ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സൂചനയാണുള്ളത്. അതിന്റെ പ്രധാനമായ ഒരു കാരണം തന്നെ പലപ്പോഴും കാവ്യ പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പൂർണ്ണമായും ഉത്തരം നൽകാത്ത രീതിയിലേക്കാണ് കാവ്യ നീങ്ങിയതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ. മുഖ്യപ്രതിയായ പൾസർ സുനിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴും തന്നെ കാവ്യ അതിൽ വ്യക്തമായ ഒരു ഉത്തരം ഒന്നിനും തന്നെ നൽകിയിരുന്നില്ല. കാരണം പൾസർ സുനിയാണ് ഇതിലെ മുഖ്യപ്രതി. അതോടൊപ്പം തന്നെ കോടതിയിൽ കീഴടങ്ങും മുമ്പ് കാവ്യ മാധവന്റെ സ്ഥാപനമായ ലക്ഷ്യയിൽ പൾസർ സുനി എത്തിയതായും അതോടൊപ്പം തന്നെ ഇവിടെ ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവെന്ന് വിശേഷിപ്പിക്കുന്ന മെമ്മറി കാർഡ് അത് ഇവിടെ ഏൽപ്പിച്ചതായും ചില സൂചനകളും ആ രീതിയിലുള്ള മൊഴികളും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് സംബന്ധിച്ച ഒരു വിവരവും നടിയിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അത്തരം ചോദ്യങ്ങളോട് കാര്യമായും കാവ്യ പ്രതികരിച്ചിട്ടില്ല. പൾസർ സുനിയെ സെറ്റിൽ വെച്ച് അറിയാമായിരുന്നു, ആ രീതിയിലുള്ള പരിചയമേ ഉള്ളൂ എന്നാണ് കാവ്യ പറഞ്ഞിട്ടുള്ളത്. അതിനിടെ കാവ്യ മാധവനും ദിലീപും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ച ചിത്രങ്ങളിൽ ആ ചിത്രങ്ങളുടെ സൈറ്റിലും എല്ലാം തന്നെ പൾസർ സുനി ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ കൂടിയും ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് കാവ്യ മാധവനിൽ നിന്ന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ വളരെ നിർണായകമായ കേസിനെ സംബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വിവരങ്ങളല്ല. ഇതിൽ കാവ്യക്ക് അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞില്ല, മറുപടി പറയുന്നില്ല എന്ന നിലയിലാണോ, അതോ കാവ്യ എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിലാണോ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ശേഷം എത്തിയിട്ടുള്ളത്? രേണുക, ഈ കാവ്യയുടെ മൊഴി സംബന്ധിച്ച് ഇന്നലെ വൈകിട്ട് അന്വേഷണ സംഘം യോഗം ചേർന്നിരുന്നു. അതിൽ ഒരു വിശദമായ ഒരു അവലോകനവും നടത്തിയിരുന്നു. പക്ഷെ അതൊരു പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു അവലോകനം തന്നെയാണ്. നമുക്കറിയാം, ദിലീപിനെയും നാദർഷിയും അടക്കം 13 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷവും സംഘം ഈ രീതിയിലുള്ള ഒരു നിർണായകമായ ഒരു അവലോകനം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് അന്വേഷണ സംഘത്തിന്റെ പല നിർണായക ചുവടുകളും ഉണ്ടായിരുന്നതും തന്നെ. അപ്പോൾ അന്വേഷണ സംഘം ഇന്നലെ വൈകിട്ട് ക്രൈംബ്രാഞ്ച് SP സുദർശനൻ, അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിൽപ്പെട്ട CI ബൈജു കെ പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കാവ്യ മാധവന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാവ്യ മാധവന്റെ മൊഴിയും അതോടൊപ്പം തന്നെ ഇതിൽ ലഭ്യമായ വിവരങ്ങൾ, അതായത് മറ്റ് പൾസർ സുനി അടക്കം നൽകിയ വിവരങ്ങൾ, ഇത് എത്രമാത്രം കാവ്യ മാധവൻ നൽകിയ ഉത്തരങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ അതൊരു മിസ്മാച്ച് ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു അവലോകനം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇനി അന്വേഷണ സംഘം മുന്നോട്ട് പോകുക. നിലവിൽ കാവ്യ മാധവൻ പറയുന്ന കാര്യങ്ങൾ അത് അന്വേഷണ സംഘം പൊരുത്തപ്പെട്ട് നോക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കാൻ വീണ്ടും തമിഴ്നാടിന്റെ നീക്കം. ഇടുക്കി ചക്കുപള്ളം അരുവിക്കുഴി ടൂറിസം സർക്യൂട്ടിനായി അളന്നു തിരിച്ച സ്ഥലത്തെ അതിർത്തി കല്ലുകൾ തമിഴ്നാട് വനം വകുപ്പ് നശിപ്പിച്ചു. ഇതോടെ അതിർത്തിയിലെ മലയാളികൾ ആശങ്കയിലാണ്. ഇടുക്കി ചക്കുപള്ളം അരുവിക്കുഴി ടൂറിസം സർക്യൂട്ടിനായി അളന്നു തിരിച്ച സ്ഥലത്തെ അതിർത്തി കല്ലുകളാണ് തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറിച്ചു കളഞ്ഞത്. അപകട സാധ്യതയുള്ള വെള്ളച്ചാട്ടത്തിന്റെ തമിഴ്നാടിനോട് ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കരാർ ഒപ്പിട്ട കമ്പനി അധികൃതരാണ് കല്ലുകൾ സ്ഥാപിച്ചത്. അതിർത്തിയിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തമിഴ്നാടിന്റെ നടപടിയിൽ അതിർത്തിയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പരാതി കൊടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല.
അടിയന്തരമായി സംസ്ഥാന ഗവൺമെന്റ് അതിർത്തി വിഷയത്തിൽ ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ആരുടെ അനുമതിയില്ലാതെ ആ കല്ല് പറിച്ചെടുത്തുകൊണ്ട് പോയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, അവിടുന്ന് 100 മീറ്ററോളം മാറ്റി പല സ്ഥലങ്ങളിലായി കുഴിച്ചിടാനായിട്ട് ഇട്ടിരുന്ന കോൺക്രീറ്റ് കല്ലുകളും അവരെടുത്തുകൊണ്ട് പോയി. വളരെ പ്രതിഷേധാത്മകമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ സ്ഥലങ്ങൾ കൈയേറുവാനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ വലിയ ഗൂഢമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അരുവിക്കുഴിയിലും ഇത്ര സംഭവം ഉണ്ടായിട്ടുള്ളത്. 2010 ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് രൂപരേഖ തയ്യാറാക്കിയ അരുവിക്കുഴി ടൂറിസം പദ്ധതി ടൂറിസം പാക്കേജിൽ ഉൾപ്പെടുത്തി 100 കോടി രൂപ കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ചെക്ക് ഡാം, സുരക്ഷാവേലി, അമിനി സെന്റർ, വാച്ച് ടവർ, കഫറ്റേരിയ, റോഡുകൾ എന്നിവയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. മന്ത്രിസഭ മാറിയതോടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പദ്ധതിക്ക് തറക്കല്ലിട്ടിരുന്നു. ന്യൂസ് 18 ഇടുക്കി. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് പൂർണ്ണ പിന്തുണയെന്ന് മകൾ സൗന്ദര്യ. എന്നാൽ രജനീകാന്തിന്റെ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ സൗന്ദര്യ തയ്യാറായില്ല. ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സൗന്ദര്യ. DMK, AIDMK, BJP പാർട്ടികൾ ഏറെ ആകാംക്ഷയോടെ രജനീകാന്തിന്റെ നിലപാടിനായി കാത്തിരിക്കുമ്പോഴാണ് രാഷ്ട്രീയ പ്രവേശനം ഉറപ്പെന്ന സൂചനകൾ നൽകി മകൾ സൗന്ദര്യ രംഗത്തെത്തിയിരിക്കുന്നത്. രജനീകാന്തിനെ ജനങ്ങൾ ജനനായകനായിട്ടാണ് കാണുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും സൗന്ദര്യ ന്യൂസ് 18നോട് പറഞ്ഞു. My father decides to do as a family, we will support him, but he's the people of masses. There's no doubt in that. He's always been that. So no further comments. എന്നാൽ ചടങ്ങിൽ പങ്കെടുത്ത രജനീകാന്തിന്റെ മരുമകനും നടനുമായ ധനുഷ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ മടിച്ചു. എന്ത് തെരഞ്ഞെടുത്താലും നല്ലത് മാത്രം തെരഞ്ഞെടുക്കുന്ന അദ്ദേഹത്തിന്റെ തീരുമാനത്തിനായി താനും കാത്തിരിക്കുകയാണെന്ന് ധനുഷ് വ്യക്തമാക്കി. He knows what is best, and like all of you, I'm also waiting. സൗന്ദര്യ സംവിധാനം ചെയ്ത ധനുഷും കാജലും പ്രധാന വേഷങ്ങളിലെത്തുന്ന VIP 2ന്റെ പ്രചാരണ ചടങ്ങിലായിരുന്നു ഇരുവരും ന്യൂസ് 18നോട് പ്രതികരിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സ്പോർട്സ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പര്യടനത്തിന് ഇന്ന് തുടക്കം. ആദ്യ ടെസ്റ്റ് ഇന്ന് ഗാലയിൽ തുടങ്ങും. 3 ടെസ്റ്റും 5 ഏകദിനങ്ങളും ഒരു T20യുമാകും ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുക. ഇന്ത്യൻ നിര ആത്മവിശ്വാസത്തിലാണ്. വിൻഡീസിനെതിരായ ഏകദിന പരമ്പര 3-1 ജയിച്ചാണ് ഇന്ത്യ എത്തുന്നത്. ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയാണ് ടെസ്റ്റ് ടീമിലെ പുതുമുഖം. രോഹിത് ശർമ്മയും ശിഖർ ധവാനും ടീമിൽ തിരിച്ചെത്തും. രോഹിത് ശർമ്മയോ ഹാർദിക് പാണ്ഡ്യയോ 6-ാമനായി ഇറങ്ങിയേക്കും. വൈറൽ പനി ബാധിച്ച ലോകേഷ് രാഹുൽ ആദ്യ മത്സരത്തിൽ കളിക്കില്ല. ഇന്ത്യക്കായി ശിഖർ ധവാനും അഭിനവ് മുകുന്ദും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും. രവിശാസ്ത്രി കോച്ച് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പരമ്പരയാണ് ഇത്. ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തെ ഇന്ത്യ കുറച്ചു കാണുന്നില്ല. കളിയെ ബഹുമാനിക്കുന്നുവെന്നും ഓരോ മത്സരത്തെയും ഓരോ പന്തിനെയും പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പറഞ്ഞു. I think our batsmen came up with the goods and they had counter plans in place. So we understand what he brings to the table, and we understand what needs to be done. And I'm sure everyone is taking personal responsibility to plan their innings in a certain way, and play bowlers accordingly according to how they bowl or what areas they hit and what are the shots that are required to counter that. So yeah, we've come a long way from that tour, as I said, and we believe in our batsmen to deliver the goods when it's required by the team the most. മറുവശത്ത് ശ്രീലങ്കൻ നിരയ്ക്ക് പഴയ പ്രതാപമില്ല. ടെസ്റ്റ് റാങ്കിങ്ങിൽ അവർ 7ാം സ്ഥാനത്താണ്. സിംബാബ്വേയോട് ഏകദിന പരമ്പര 2-3 അടിയറവ് വച്ചാണ് ദീപുകാർ ഇന്ത്യക്കെതിരെ കളിക്കാനിറങ്ങുന്നത്. ന്യൂമോണിയ ബാധിച്ച ദിനേശ് ചന്ദിമലിന് പകരം രംഗന ഹെറാത്തായിരിക്കും ശ്രീലങ്കയെ നയിക്കുക. ചന്ദിമലിന് പകരം 4ാം സ്ഥാനത്ത് ധനുഷ്ക ഗുണതിലക കളിച്ചേക്കും. 5 ബോളർമാരുമായി കളിക്കാൻ ലങ്ക തീരുമാനിച്ചാൽ ഇടം കയ്യൻ സ്പിന്നർ മലിന്ദ പുഷ്പകുമാരയ്ക്ക് അരങ്ങേറ്റ മത്സരം കളിക്കാനാകും. സ്വന്തം തട്ടകത്തിന്റെ ആനുകൂല്യം മുതലാക്കാമെന്ന പ്രതീക്ഷ ലങ്കൻ നായകൻ പ്രകടിപ്പിച്ചു. മികച്ച പിച്ചാണ് ഗാലിയിലേതെന്നും 4ാമത്തെയും 5ാമത്തെയും ദിവസം സ്പിന്നർമാർക്ക് പ്രയോജനം ലഭിക്കുമെന്നും ക്യാപ്റ്റൻ ഹെറാത്ത് പറഞ്ഞു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പിൽ ചെൽസിക്കെതിരെ ബയൺ മ്യൂണിക്കിന് ജയം. 2-3 ഗോളിനാണ് ബയണിന്റെ ജയം. സിംഗപ്പൂർ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് ജർമ്മൻ ചാമ്പ്യന്മാരായ ബയൺ ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായ ചെൽസിയെ നേരിട്ടത്. മത്സരത്തിൽ മുന്നിട്ട് നിന്നത് ബയണായിരുന്നു. AC മിലാനെ 4-0 തോൽപ്പിച്ചെത്തിയ അവർ സിംഗപ്പൂരിലും വിജയം ഉറപ്പിച്ചിരുന്നു. 6ാം മിനിറ്റിൽ റഫീനിയയുടെ ലോങ് റേഞ്ചറിൽ ബയൺ ആദ്യ ഗോൾ നേടി. കോൺടെയുടെ നീലപ്പടയ്ക്ക് ബയണിനെ തടയാനായില്ല.
12ാം മിനിറ്റിൽ വോളിയിലൂടെയും 27ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ഷോട്ടിലൂടെയും ഇരട്ട ഗോൾ നേടിയ തോമസ് മുള്ളർ ബയേണിനെ 3-0 മുന്നിലെത്തിച്ചു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ചെൽസി തിരിച്ചെത്തി. ചെൽസിക്കായി മാർക്കോ അലോൺസോ വല കുലുക്കി. Moses' ball in was a beauty. Marcos Alonso comes onto it and smashes it into the net, and Chelsea are back in the contest. Lovely play by Chelsea. രണ്ടാം പകുതിയിൽ ചെൽസി വീണ്ടും ശക്തി തെളിയിച്ചു. 85ാം മിനിറ്റിൽ മിഷി ബാച്ചുയിയാണ് ഗോൾ നേടിയത്. Pre-season, very much 45 minutes each. And now they're back in it. It's turned in by Batshuayi, or is it going to count? Yes, it is going to count. ചെൽസി 2 ഗോളുകൾ നേടിയെങ്കിലും ആവേശകരമായ മത്സരം ബയേൺ സ്വന്തമാക്കി. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പിൽ ടോട്ടനത്തിനെതിരെ AS റോമയ്ക്ക് തകർപ്പൻ ജയം. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ടോട്ടനത്തെ റോമ തോൽപ്പിച്ചത്. ന്യൂജേഴ്സിയിലെ റെഡ്ബുൾ അരീനയിൽ ഇംഗ്ലീഷ് കരുത്തരായ ടോട്ടനത്തിനെതിരെ ജയിക്കാൻ ഉറച്ചാണ് AS റോമ കളത്തിലിറങ്ങിയത്. 26,000-ലധികം വരുന്ന ആരാധക ആരവങ്ങൾക്ക് മുന്നിൽ ഡീഗോ പെറോട്ടി റോമയ്ക്കായി ആദ്യ ഗോൾ നേടി. Perotti strolls in and tucks it home without a problem. Roma in front. രണ്ടാം പകുതിയുടെ തുടക്കത്തിലും റോമയുടെ മുന്നേറ്റങ്ങൾക്കാണ് റെഡ്ബുൾ അരീന സാക്ഷ്യം വഹിച്ചത്. 70ാം മിനിറ്റിൽ സെൻഗിസ് അണ്ടറിലൂടെ റോമ ഗോൾ 2-ആക്കി ഉയർത്തി. Nice build up, nice hit, and it's crept through, and Nuri Sahin puts Borussia Dortmund in front. മത്സരം അവസാന നിമിഷത്തിലേക്ക് കടന്നപ്പോൾ തിരിച്ചുവരാൻ ടോട്ടനം ആക്രമിച്ചു കളിച്ചു. 87ാം മിനിറ്റിൽ റോമൻ പ്രതിരോധത്തിലെ പാളിച്ച മുതലെടുത്ത് ഹാരി വിൻഗസിലൂടെ ടോട്ടനം ഗോൾ മടക്കി. Now Bacca fighting his way forward, has a hit, and it's crept past Weidenfeller, and out of nothing Milan get one back. അധികം വൈകാതെ വിൻസെന്റ് ജാൻസൺ സുന്ദരമായ ഷോട്ടിലൂടെ ടോട്ടനത്തെ ഒപ്പമെത്തിച്ചു. ടോട്ടനം ഗോൾ അടിച്ചതിന്റെ ആരവങ്ങൾ അവസാനിക്കും മുൻപേ മാർക്കോ ടമിൻലോ റോമയ്ക്കായി വിജയ ഗോൾ നേടി. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനം നിലനിർത്താൻ റോമയ്ക്കായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് 1ാം സ്ഥാനത്ത്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി നാട്ടുവർത്തമാനം കാണാം. നമസ്കാരം.